ഏതൊരു കുട്ടിയെയും നേരത്തെ പറപ്പൂർ ഉസ്താദ് പറഞ്ഞ പോലെ മനസ്സിലാക്കുന്നിടത്താണ് നാം വിജയിക്കേണ്ടത്. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ജപ്പാനിലെ ഒരു സ്കൂള്, കാലങ്ങൾക്ക് മുമ്പ് ആ സ്കൂളിലേക്ക് ഒരു ചെറുപ്പക്കാരനായ അധ്യാപകൻ കടന്നു വരികയാണ്. ആ സ്കൂളിനകത്ത് എത്തിയപ്പോഴാണ് സ്കൂളിലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, വളരെ ഇൻട്രോവേർട്ടായ, മുന്നിലേക്ക് വരാൻ യാതൊരു ഭാവവുമില്ലാത്ത, എത്ര പറഞ്ഞാലും എണീറ്റ് വരാത്ത, തലയും താഴ്ത്തി വളരെ ബുദ്ധിമുട്ടുള്ള രൂപത്തിൽ ക്ലാസ്സിലിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു പുതുതായി വന്ന അധ്യാപകൻ കാണുകയാണ്. അയാളിതിങ്ങനെ കണ്ടപ്പോൾ ഇയാൾ കുറേ പഠിച്ച പണി 18 നോക്കി ഈ കുട്ടിയെ എങ്ങനെയാണ് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന്. ഇതൊക്കെ പരാജയപ്പെട്ടപ്പോൾ ഇയാൾ ഇങ്ങനെ ആലോചിച്ച് നടക്കുക എന്തു ചെയ്യുമെന്ന്. ഒരു ദിവസം സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ അയാൾക്ക് ഒരു പ്രാവിനെ കിട്ടുകയാണ്. ഏതൊക്കെയോ പക്ഷികൾ കൊത്തിവലിച്ച് മൃതപ്രായമായി നിലത്ത് വീണ് കിടക്കുന്ന ഒരു പ്രാവ്, അതിൻ്റെ ചിറകൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഈ മാഷ് ആ പ്രാവിനെങ്ങനെ എടുക്കുകയാണ്. എടുത്തപ്പോൾ അതിന് ജീവനുണ്ട്. ആ പ്രാവിനെയും കൊണ്ട് അയാൾ സ്കൂളിലേക്ക് വരിക. സ്കൂളിലേക്ക് വരുന്ന വഴിയാണ് കിട്ടുന്നത്. സ്കൂളിൽ കൊണ്ടുവന്ന് അവിടെയുള്ള മരുന്നൊക്കെ ആ പ്രാവിന് വെച്ച് കെട്ടിയിട്ട് അയാൾ ഈ പ്രാവിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന വിവരം എല്ലാ ക്ലാസ്സിലും പറഞ്ഞു. കുട്ടികളൊക്കെ ഈ പ്രാവിനെ കാണാൻ വന്നു. പ്രാവൺ ഈ പ്രാവിനെ മരുന്ന് വെച്ച് കെട്ടിയിട്ട് ഈ മാഷ് ക്ലാസ്സിൽ തല ഉയർത്താതെ ഇരിക്കുന്ന ഇൻട്രോവേർട്ടായ ഈ പെൺകുട്ടിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവളോട് പറഞ്ഞു, ഇതിന് നീ നോക്കണം, ഇതിന് ചിറക് മുളച്ച് ഇത് പറക്കാൻ പ്രാപ്തിയാകുമ്പോൾ ഈ പ്രാവിനെ നീ സ്കൂളിലേക്ക് കൊണ്ടുവരണം, എന്നെ അറിയിക്കണം, അതുവരെ മോള് ഈ പ്രാവിനെ നോക്കണം എന്ന് പറഞ്ഞ് ആ തലയും താഴ്ത്തിയിരിക്കുന്ന കുട്ടിയുടെ കയ്യിലേക്ക് അതിനെ കൊടുത്തപ്പോൾ അതിനെ വാത്സല്യത്തോടെ ഏറ്റുവാങ്ങി ആ കുട്ടി വീട്ടിലേക്ക് പോവാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഒരു കടലാസ് പെട്ടിയിലിട്ട് ഈ പ്രാവിന് വേണ്ടതെല്ലാം കൊടുത്ത് ഈ പ്രാവിനെ ശുശ്രൂഷിച്ച് ആ പ്രാവിനെ ഇങ്ങനെ ശരിയാക്കി കൊണ്ടുവരികയാണ്. ഇതിനിടയിൽ ആ ക്ലാസ് മുറിയിലെല്ലാം ചെന്ന് ഈ മാഷ് പറയും, എൻ്റെ കയ്യിലുള്ള പ്രാവ് 5ാം ക്ലാസ്സിലെ ഇന്ന കുട്ടിയുടെ കയ്യിലുണ്ട് എന്ന്. ഈ കുട്ടി പിറ്റേ ദിവസം ഈ ക്ലാസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടിയെ തിരഞ്ഞ് 5-6 കുട്ടികൾ ക്ലാസ്സിലേക്ക് വന്നു. എന്നിട്ട് അവർ ഈ കുട്ടിയോട് ചോദിച്ചു, ഇന്ന കുട്ടിയല്ലേ? അവൾ തല ഉയർത്തി പറഞ്ഞു, അതെ. നിൻ്റെ കയ്യിലുള്ള പ്രാവിൻ്റെ വർത്താനം എന്താണ്? ഈ കുട്ടി പറഞ്ഞു, ഇപ്പോൾ ശരിയാണ്, ചിറകിങ്ങനെ ശരിയാവുന്നുണ്ട്, മുറിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇവളിങ്ങനെ പതിയെ ഇവളെ തേടിയെത്തുന്ന ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. വരാന്തയിലൂടെ ഈ കുട്ടി നടന്നു പോകുമ്പോൾ അവളുടെ അങ്ങനെ പോകുന്ന കുട്ടിയോട് ചോദിക്കും, എന്തായി ഈ പ്രാവിൻ്റെ വിവരമെന്ന്. ഈ കുട്ടി തല ഉയർത്താൻ തുടങ്ങി, മുഖ്യധാരയിലേക്ക് വരാൻ തുടങ്ങി. പതിയെ അവസാനം ആ പ്രാവ് പറക്കാൻ പ്രായമായപ്പോൾ മാഷ കുട്ടിയോട് പറഞ്ഞു, അടുത്ത ചൊവ്വാഴ്ച നീ പ്രാവിനെ സ്കൂളിലേക്ക് കൊണ്ടുവരണം, നമുക്കതിനെ പറത്തിവിടാം. അന്നാണ് സ്കൂളിലെ അസംബ്ലി. എല്ലാവരും അസംബ്ലിക്ക് കൂടി. അസംബ്ലിയുടെ ചിട്ടവട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മാഷ് മുന്നിലെത്തിയിട്ട് പറഞ്ഞു, ഇതാ ഇന്ന കുട്ടിയുടെ കയ്യിലെ പ്രാവ് സുഖമായിട്ടുണ്ട്, അതിനെ പറത്തിവിടാൻ പോവാണ്. ആ പ്രാവുമായി ആ കുട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന്. ക്ലാസ് മുറിക്കകത്ത് തല പോലും ഉയർത്താതിരുന്ന ആ കുട്ടി ആ സ്റ്റേജിലേക്ക് കൃത്യമായിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ 2 ഭാഗത്തും നിൽക്കുന്ന കുട്ടികൾ കയ്യടിക്കാണ്. ഉറക്കെ ഉയരുന്ന കയ്യടിയിൽ ആ കുട്ടി ഇങ്ങനെ വലിയ ഒരു താരത്തെ പോലെ നടന്ന് സ്റ്റേജിലേക്ക് വന്ന് ആ പ്രാവിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ച് അധ്യാപകൻ്റെ സഹായത്തോടെ അതിനെ മുകളിലേക്ക് പറത്തിയപ്പോൾ ആ ഉയരുന്ന കയ്യടിക്ക് കൂടെ ഉയർന്നത് ആ പെൺകുട്ടിയുടെ അഭിമാനമാണ്. അവൾ പിന്നീട് ലോകത്തെ അറിയപ്പെടുന്ന യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ്റെ സമാധാന സന്നദ്ധ സേനയിലെയൊക്കെ വലിയ അറിയപ്പെടുന്ന ഒരംഗമായി മാറി എന്നത് ചരിത്രമാണ്. പ്രിയമുള്ള അധ്യാപകരെ, നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിലൊന്ന് ഇതിൽ ഇടപെടുക എന്നത് തന്നെയാണ്. എത്രയൊക്കെ ഭീഷണികൾ നമ്മുടെ സ്കൂളിനകത്തുണ്ടെങ്കിലും ഒരു കുട്ടിയുടെ തെറ്റ് തിരുത്തി ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവാൻ, അത് ഇനി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും വലിയ ക്രിമിനലായി മാറാതിരിക്കാനുള്ള പ്രതിരോധമാണ് അധ്യാപകൻ തീർക്കേണ്ടത്. അതിനുള്ള ഒരു ചാലക ശക്തിയായി മാറുകയും ഊർജം ഉൾക്കൊണ്ടുകയും ചെയ്യുക. നിങ്ങൾക്ക് വിജയമുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.